ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് സുക്കുമിച്ചി മുള്ളൈ ഫൈറ്റ്സ് സീസൺ 2 എപ്പിസോഡ് 6 ആണ്. വീഡിയോ നല്ല മാക്സിമം ലൈക്ക് അടിക്കുക, എങ്കിലും കൂടുതൽ പേർക്ക് വീഡിയോ റെക്കമെൻഡ് ആകത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കുറച്ച് സമയങ്ങളെ നമുക്ക് വീഡിയോ ഇട്ടു പോകാം. ഹീറോ 3 ആഴ്ച ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ശേഷം ഹീറോ അവിടെ തന്നെ ക്വസ്റ്റൻ ഓവർ ട്രേഡിംഗ് അവന് തുടങ്ങി. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. സേഗിയുള്ള കടയിൽ നിങ്ങൾക്ക് ഇനി ജോലിയില്ല, നിങ്ങൾ ഇനി തൊട്ട് ഇവിടെയാണ് എന്ന് ഹീറോ പറയുന്നു. ഇതെങ്ങാനും ആ ടോമയും ഈ അറിയാൻ ഞങ്ങളാരും തീരുമാനമാവും എന്ന് എറിസോ അഗുവും പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഈ പുതിയ കടയിൽ ജോലി നോക്കിയാൽ മതി ഇനി എന്ന് പറഞ്ഞ് ഹീറോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. രാത്രി 12 മണി വരെ കട തുറന്നു വെക്കാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഷിഫ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബ്രേക്ക് ലീവും കിട്ടും, അതുപോലെ ഫുഡും ഞാൻ തരും. ഈ കട ഇപ്പൊ പുതുതായിട്ട് ഇവിടെ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലുതായിട്ട് വലിയ കസ്റ്റമേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി കുറവായിരിക്കും എന്ന് ഹീറോ പറയുന്നു. അവിടുത്തെ കാട്ടി ഇവിടെ അടിച്ചു വിളിക്കുക, ഫുഡും കിട്ടും പോലെ ബ്രേക്കും കിട്ടും, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ അവർ തുള്ളിച്ചാടുന്നു. ഇവരുടെ കിളി പോയെന്നാ തോന്നുന്നത് എന്ന് ഹീറോ വിചാരിക്കുന്നു. പിന്നെ കളിക്കുന്ന ഹീറോനെയാണ്. എനിക്ക് മാത്രം ഇങ്ങനെ കളിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയുടെ വിഷമിച്ചിരിക്കുന്നു. എന്നെ കല്യാണം കഴിക്കൂ, എന്നെ നിങ്ങളുടെ മൂന്നാമത്തെ വൈഫാക്കിയാലും കുഴപ്പമില്ല. ഹീറോ ഒരു മെർച്ചന്റ് ആയതുകൊണ്ട് പണത്തിന് വേണ്ടി കുറെ പെണ്ണുങ്ങളൊക്കെ ഹീറോയുടെ പുറകെ നടക്കുന്നു. ഇവളുമാർക്കൊന്നും വേറെ പണിയില്ല, വെറുതെ എന്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞ് ഹീറോ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ആ ലൈബ്രറിയിലുള്ള പെണ്ണ് വരുന്നു. ആ ഫോട്ടോയിലുള്ളത് ആരാണ് എന്നാൽ ലൈബ്രറിയിലുള്ള പെണ്ണ് ചോദിക്കുന്നു. ഇവരെ എനിക്ക് അറിയാമെന്ന് വേണമെങ്കിൽ പറയാം, ഇവരെ ഒരു ലവ് മാരേജ് ചെയ്തവരാ, എന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവരും കാശിന് വേണ്ടി കല്യാണം കഴിക്കുന്നത് തോന്നുന്നത് എന്ന് ഹീറോ പറയുന്നു. നീ ഭയങ്കര ഇന്നസെന്റ് ആണ് കുസുരവാ എന്ന് അവള് പറയുന്നു. കാശിന് വേണ്ടി കല്യാണം കഴിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ എത്ര ഭേദവാ എന്ന് ഹീറോ ടോമോനെ മീനെ ഓർക്കുന്നു. പിന്നെ കാണിക്കുന്ന ടോമോനെയാണ്. നമ്മുടെ ഹീറോനത്തേക്ക് ഇത് ഡ്രാഗൺ സിൽവർ സോഫിയാണ്. അതുപോലെ ഇവിടെ 2 ഹീറോസിന്റെ ടീം ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ലൈം വന്ന് ടോമോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റാറിലേക്ക് ഉണ്ടാക്കി നമ്മുടെ മാസ്റ്റർ എന്നവൻ പറയാൻ വരുമ്പോൾ ടോമോ അവനെ തടയുന്നു. നീ അവിടെ അടങ്ങിക്ക്, നിന്നെ ആരോ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ടോമോ പറയുന്നു. ഒരു ട്രാവലിന്റെ സ്ട്രോങ് ആയ സോഡ് ഇരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ലൈമിന്റെ സോഡ് കണ്ട് ഫോളോ ചെയ്ത് ഹീറോയുടെ പാർട്ടിയോടെ വരുന്നു. മോറക്ക് ടോമോനെ കാണുമ്പോൾ ഡൗട്ട് അടിക്കുന്നു. നിന്നെ കണ്ടൊരു സമുറായനെ പോലെ ഉണ്ട്, നിന്റെ വയസ്സ് എത്രയാ എന്ന് ടോമയ്ക്ക് ചോദിക്കുന്നു. പെണ്ണുങ്ങളുടെ വയസ്സ് ചോദിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിയത്തില്ലേ എന്ന് ടോമോ പറയുന്നു. ഇത് മോറ, ഇത് ടോമയ്ക്ക്, പിന്നെ എന്റെ പേര് ലില്ലി എന്ന് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ക്രിപ്റ്റോണ കിങ്ഡത്തിന്റെ സെക്കൻഡ് പ്രിൻസസ് അല്ലേ, അവളെ ലൈമിന് മനസ്സിലാവുന്നു. ആ കട്ടാന കാണാൻ കൊള്ളാലോ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ടോമയ്ക്ക് ചോദിക്കുന്നു. അത് ഈ കട്ടാനെ കുറച്ച് എന്നവൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ നിന്ന് മേടിക്കുന്നു. ഇതൊന്നും ഇത്ര ടൈറ്റ് ഇതൊന്നും തുറക്കാൻ പറ്റാതെ എന്ന് അവൻ ചോദിക്കുന്നു. അതല്ലേ ഞാൻ പറയാൻ വന്നേ, ഇതെന്നെ കൊണ്ട് മാത്രമേ അൺശീൽ ചെയ്യാൻ പറ്റൂ. ഈ വെപ്പൺ എന്റെ പാർട്ണറാണ്, അതിന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് റഫായിട്ട് അടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ടോമി അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. ശരിയെന്നാ ആ വെപ്പൺ ഞങ്ങൾക്ക് തരാൻ വേണ്ടി റെഡി ആയിക്കോ, അതിന്റെ പ്രൈസ് എത്രയാ എന്ന് ലില്ലി ചോദിക്കുന്നു. കാശൊന്നും എന്റെ വെപ്പൺ നിനക്ക് മേടിക്കാൻ പറ്റത്തില്ല എന്ന് ടോമി പറയുന്നു. ഞാൻ ആരാന്നറിയാതെ നീ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ ക്രെറ്റോണിലെ സെക്കൻഡ് പ്രിൻസസ് ആണ്, അതുപോലെ ഇതാണ് ഹീറോ എന്ന് ലില്ലി പറയുന്നു. അതിനിപ്പോ എനിക്കെന്താ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതൊന്നും നടക്കത്തില്ല എന്ന് ടോമി പറയുന്നു. ആ ഹീറോയുടെ ചാമിങ് ലൈമിന് അഫക്റ്റ് ആവുന്നു. അവരെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നേ, ആ സോഡ അവരെ കൊടുത്താൽ എന്താ, വേണമെങ്കിൽ ഞാൻ എന്റെ സോഡ അവരെ കൊടുക്കട്ടെ എന്ന് ലൈമി ചോദിക്കുന്നു. നീ ഇവിടെ മിണ്ടായി, നീ വാ തുറക്കരുത് എന്ന് ടോമോ പറയുന്നു. എനിക്ക് നിന്റെ സോഡൊന്നും വേണ്ട, ടോമോ ഡീമൻ ലോണിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നീ എന്റെ ടീമിൽ ചേരി എന്ന് അവൻ പറയുന്നു. ഇവന്റെ നോട്ടം ശരിയല്ലല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് ടോമോ പറയുന്നു. ഇതെന്താ എന്റെ ചാമിങ് ഇവിടെ അടുത്ത് വർക്കാവത്തെ എന്ന് പറഞ്ഞാൽ ഷോക്കാവുന്നു. ഇവന്റെ നോട്ടവേ ശരിയല്ല, ഇവനെ അപേക്ഷിച്ച് എന്റെ മാസ്റ്റർ എത്രയോ ഭേദമാണ് എന്ന് ടോമോ ആലോചിക്കുന്നു. ടോമോ നീ ഉത്തരം പറ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്റെ ചാമിങ് യൂസ് ചെയ്യുന്നു. നിന്നോട് എത്ര പറയണോടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെന്താ ഇവിടെ അടുത്ത് വീണ്ടും വർക്കാവത്തെ എന്ന് പറഞ്ഞാൽ ഷോക്കായിട്ടിരിക്കുന്നു. ടോമോ സത്യം പറഞ്ഞു, നീ ഒരു ഡ്രാഗൺ അല്ലേ, അതുപോലെ നല്ല സ്ട്രോങ് ആയതും എന്ന് മോറ ചോദിക്കുന്നു. ഈ ഏരിയയിൽ ലൈക്കാത്ത വാട്ടർഫോൾ ആകാനാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്ന് ലില്ലി ആലോചിക്കുന്നു. ഞാൻ ലൈക്കല്ല എന്ന് ടോമോ പറയുന്നു. അപ്പൊ നിന്നെ കൊണ്ട് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് ലില്ലി ഷോക്കാവുന്നു. എന്റെ കമാൻഡ് നീ ഒബേ ചെയ്യ് എന്ന് മോറ പറയുന്നു. നീ ചിലപ്പോൾ വലിയ ഡ്രാഗൺ ടൈമർ ഒക്കെ ആയിരിക്കും, എന്നാ നിനക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാ എന്ന് പറഞ്ഞ ടോമോ അവളുടെ കയ്യിൽ സ്റ്റിക്ക് എന്നെ ഒടിച്ചു കളയുന്നു. അല്ല ഇവിടെ എന്താ നടക്കുന്നേ, ഈ പേടിത്തോണ്ടതിനെ ഞാൻ സോഡ് എടുക്കാൻ പോയെ എന്ന് പറഞ്ഞ ലൈം ആ ചാംസ് വെലിന്ന് പുറത്തു വരുന്നു. ആരാടാ പേടിത്തോണ്ടൻ എന്ന് പറഞ്ഞ ടോമയ്ക്ക് അവനെ അവന്റെ സോഡ് വെച്ച് കുത്തുന്നു. നീ ഇവിടെ നശിച്ചു പോയി ഹീറോ, ഇതൊരിക്കലും നിനക്ക് നല്ലതല്ല എന്ന് ടോമോ പറയുന്നു. ഞാൻ ഒരു ഹീറോ ആണ്, ഞാൻ ഒരു പേടിത്തോണ്ടനല്ല എന്ന് പറഞ്ഞ അവൻ ടോമോയെ അറ്റാക്ക് ചെയ്താ ടോമോയെ അവരുടെ ഇലൂഷനെ ട്രാപ്പ് ആകുന്നു. ലില്ലി നമ്മൾ കണ്ടിട്ടുമില്ല, അതുപോലെ സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഇത്തവണ ഞാൻ ക്ഷമിച്ചു വിടുക, അടുത്തവണ ഇതുപോലെ കാണത്തില്ല, ഓർത്തോണം എന്ന് പറഞ്ഞ ടോമോ അവിടെ മറിഞ്ഞു പോകുന്നു. ഇലൂഷൻ മാജിക്കോ അതെല്ലാം മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രാഗനോ എന്ന് ലില്ലി ആലോചിക്കുന്നു. ടോമെ നിന്നെ ഞാൻ എനിക്ക് സ്വന്തമാക്കാതെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ ടോമൊക്കെ ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ടോമേനെയാണ്. മാസ്റ്റർ ഞാൻ തോറ്റുപോയി, ഞാൻ സ്ട്രോങ് ആവണമെന്നാ വിചാരിച്ചേ, എന്നാൽ ലൂസിനടുത്ത് ഞാൻ പോയി തോറ്റുപോയി എന്ന് പറഞ്ഞ ലൈം കിടന്ന് അറിയുന്നു. സ്ട്രോങ് ആയി മാറണമെന്നാണ് എന്റെ ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ബ്ലഡ് തരാം, നീ എന്നെ ഡിസേബിൾ ആയി മാറിയാൽ മതി എന്ന് ടോമോ പറയുന്നു. പിന്നെ കാണിക്കുന്ന മിയേനെയാണ്. ഇതിനകത്ത് ഏതാ സീവീഡ് ഏതാ പ്രവചനം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇത് മനുഷ്യരെ തിന്നുന്ന പോലെ സോഫ്റ്റായിട്ടുള്ളത് എന്ന് പറഞ്ഞ മിയ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫോക്സ് പീറ്റ് വന്ന് മീനെ കടിക്കുന്നു. ഈ പപ്പിയെ കൊണ്ടുള്ള ശല്യമല്ലോ എന്ന് പറഞ്ഞ് മിയ അതിനെ തൂക്കി ദൂരെ എറിയുന്നു. ചാവട നായേ എന്ന് പറഞ്ഞ് മിയ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹിബിക്ക് വന്ന് അന്വേഷിക്കുന്നു. നീയാണ് ആ പട്ടിയുടെ ഓണർ, എങ്കിൽ നീയും ചാവ് എന്ന് പറഞ്ഞ മിയ പോകുമ്പോൾ ഹിബിക്ക് അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവളൊന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ടി അവൾ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ മിയ റിലാക്സ് ആവുന്നു. ഈ പട്ടിയെ മര്യാദ വളർത്തണം എന്ന് മിയ പറയുന്നു. സോറി, എപ്പോഴും ഇവനിങ്ങനെ നടക്കാറില്ല എന്ന് ഹിബിക്ക് പറയുന്നു. ഇവളെ കാണുമ്പോൾ മാസ്റ്ററിനെ കാണുന്നുണ്ടല്ലോ എന്ന് മിയ ആലോചിക്കുന്നു. ഈ സ്ഥലത്ത് എന്ത് ചെയ്തോണ്ടിരിക്കുക, സീവീഡ് വളർത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. ഓഹോ, അപ്പൊ നിനക്ക് സീവിനെ പറ്റി അറിയാം, ഇതിനകത്ത് ഏതാ സീവീഡ് ഏതാ ക്രൗച്ച് വേഗം പറഞ്ഞേ എന്ന് മിയ ചോദിക്കുന്നു. ഹിബിക്ക് അത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് നല്ലക്ക് ചൂടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മീശോ സോപ്പിട്ട് കുടിക്കാം എന്ന് ഹിബിക്ക് പറയുന്നു. അപ്പൊ നിനക്ക് അതും ഉണ്ടാക്കാൻ അറിയാവോ എങ്കിൽ പറഞ്ഞാ എന്ന് പറഞ്ഞ മിയ അവളോട്ട് സെറ്റ് ആവുന്നു. ബ്ലാക്ക് സ്പെഡറായിട്ട് അറ്റാക്ക് ചെയ്ത മിയ പിന്നെ ഇങ്ങനെയാണ് ഇവരോട്ട് ഒന്നാവുന്നത്. ഇവർക്കെല്ലാം പുതിയ എക്യുപ്മെന്റ്സ് മേടിക്കാൻ വേണ്ടി സീക്കിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹിബിക്ക് പറയുന്നു. ഹിബിക്കിയുടെ മനസ്സിൽ ഇപ്പോഴും നെബർ പോകാൻ സങ്കടമുണ്ട് എന്ന് വുഡി ആലോചിക്കുന്നു. പെട്ടെന്ന് മിയ അവിടെ നിൽക്കുന്നു. വരാൻ പോകുന്ന ആവത്തിന് നിങ്ങളെ കൂടെ തടയാൻ പറ്റുമോ, പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞ മിയ കുറച്ച് മാറി നിൽക്കുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കണം, ഞങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ഒക്കെ തന്നെ എന്ന് ഹിബിക്ക് പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു വലിയ മോൺസ്റ്റർ വരുന്നു. ഇവർക്ക് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ എക്യുപ്മെന്റ്സ് ഭയങ്കര മോശമാണ് എന്ന് മിയ നോക്കുന്നു. ഇങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഇവരെല്ലാം മരിക്കുന്ന തോന്നുന്നു എന്ന് മിയ വിചാരിക്കുന്നു. പെട്ടെന്ന് ഹിബിക്കിയുടെ ടീമുള്ള പരിക്ക് വേണ്ടി താഴെ വീഴുന്നു. നെബർ സംഭവിച്ചു പോയവർക്ക് സംഭവിക്കാൻ പാടില്ല. മിയ
എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് എന്ന് പറഞ്ഞ് ഹിബിക്ക് കരയുന്നു. നിന്റെ പവർ നിനക്ക് പോലും കോൺഫിഡൻസ് ഇല്ലേ എന്ന് പറഞ്ഞ് മിയ ആ മോൺസ്റ്റർ 2 തുണ്ടായിട്ട് വെട്ടിക്കളയുന്നു. ഇത് കണ്ടല്ലേ ഷോക്കായിട്ട് നിൽക്കുവാണ്. ശരി, ഇനി എന്റെ മീസുസുവിനെ പറ്റി പറഞ്ഞാലോ എന്ന് മിയ പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ ആ മോൺസ്റ്റർ മിയുടെ പോരെ അറ്റാക്ക് ചെയ്യുന്നു. എന്റെ മാസ്റ്റർ ഈ ഡ്രസ് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ആ ഡ്രസ് നീ ഡാമേജ് ചെയ്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മിയ ആ മോൺസ്റ്ററെ മൊത്തം നശിപ്പിച്ച് കളയുന്നു. ഇനി എന്റെ ഈ ഡ്രസ് ശരിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മിയ സങ്കടപ്പെടുന്നു. ഇതിൽ കൂടുതൽ ഞാൻ ലേറ്റ് ആയി ശരിയാവില്ല എന്ന് പറഞ്ഞ എല്ലാവരുടെ ബോധം കളയുന്നു. പെട്ടെന്ന് ആ ഫോക്സ് സ്പിരിറ്റ് പുറത്തു വരുന്നു. ദേ ഇങ്ങോട്ടൊക്കെ ഞാൻ അവളെ ഒന്നും ചെയ്യാൻ പോകില്ല, എന്നാൽ ഞാൻ ആരാണ് സത്യം അവളോട് നീ പറയാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ നടക്കാൻ പോണെന്ന് നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞ് മിയ വരട്ടുന്നു. ആ ഫോക്സും അതായിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹിബിക്കിനെയാണ്. പെട്ടെന്ന് നമുക്ക് ബോധം വരുന്നു. നിന്നെ ഞാൻ തന്നെ സീക്കിലായിട്ട് കൊണ്ടുവന്നു, നീ കൊസിനോവ ട്രേഡിംഗ് കമ്പനിലോട്ട് വാ എന്ന് പറഞ്ഞ് മിയ അവിടെ ലെറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന മിയയാണ്. നീ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിപ്പിച്ചേ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. എനിക്ക് എന്റെ ഡ്രസ്സ് വേഗം തന്നെ റെഡിയാക്കണം, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങളെ കളിയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ നിന്നെ വിളിപ്പിച്ചതിനാ നീ എനിക്ക് കുക്കിംഗ് പഠിപ്പിച്ചിരാൻ വേണ്ടിയാ എന്ന് മിയ പറയുന്നു. നീ ഞങ്ങൾ എല്ലാവരും ജീവൻ രക്ഷിച്ചതാ, അപ്പൊ നിനക്ക് വേറൊന്നും വേണ്ടേ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. നീ എനിക്ക് ഷവർമ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാ എന്ന് മിയ പറയുന്നു. ഞങ്ങൾ എക്യുപ്മെന്റ്സിന് വേണ്ടി അങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് വുഡി പറയുന്നു. നിങ്ങൾ ഇപ്പോഴത്തെ എക്യുപ്മെന്റ്സ് വെച്ചോണ്ട് വേസ്റ്റ് ലാൻഡിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചുവരുന്ന ഒരു ഉറപ്പുമില്ല, അതൊരു സൂയിസൈഡ് മിഷൻ പോലെ ആയിരിക്കും എന്ന് മിയ പറയുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറെ കടമകളൊക്കെ ഉണ്ട് എന്ന് ഹിബിക്ക് പറയുന്നു. അതിനൊരു വഴി എനിക്കറിയാം, നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ഞാൻ അടങ്ങി തരാം, അതിന് മൊത്തം 3 ദിവസം ആവും. ആ സമയം കൊണ്ട് നീ മിയക്ക് കുക്കിംഗ് പഠിപ്പിച്ചോട് എന്നും ആ ഡ്വാർഫ് പറയുന്നു. എക്യുപ്മെന്റ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാവിലെന്ന് എന്താ ഉറപ്പ് എന്ന് മിയ ചോദിക്കുന്നു. ഞങ്ങളോട് ഇവൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഹിബിക്ക് ആലോചിക്കുന്നു. ഇവളെങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ആയി പഠിപ്പിച്ചു തരും എന്ന് മിയ ചോദിക്കുന്നു. വേണമെങ്കിൽ ടോവോടെ ടീമിന് ഇവരോട് അയക്കാം എന്നാ ഡ്വാർഫ് പറയുന്നു. അതൊരു നല്ല ഐഡിയ ആണ് എന്ന് മിയയും പറയുന്നു. നിങ്ങൾക്ക് അത് ഓക്കെ അല്ലേ? അത് ഓക്കെയാണ് സാർ എന്ന് ഹിബിക്കും പറയുന്നു. മിയ ഇപ്പൊ അവളുടെ സ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോലെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മിയയെ കൊണ്ട് സ്ട്രെങ്ത് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പഴത്തിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഹിബിക്ക് കഴിച്ചു നോക്കിയാ ഇതിനെന്ത് കയ്പ്, ഇത് എവിടെ നിട്ട് എനിക്ക് എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. ഇത് ചൂടാക്കാതെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് മിയ പറയുന്നു. മിയ നിന്റെ ടേസ്റ്റ് ഒരു സെൻസ് പോലും ഇല്ല, മോശം ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് നല്ല ഫുഡിനെ പറ്റി അറിയത്തില്ലെന്ന് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, നിന്റെ ടേസ്റ്റ് സെൻസ് ഒക്കെ ഞാൻ തിരിച്ചുകൊണ്ട് വരും. നാളെ തന്നെ നമുക്ക് മന്തി കഴിക്കാൻ പോവാം, അത് വെച്ചല്ലേ ശരിയായിക്കോളും എന്ന് ഹിബിക്ക് പറയുന്നു. ഒരു ഹീറോയുടെ ടീം ടോമയായിട്ട് എനിമിയായി, വേറൊരു ഹീറോ മിയയായിട്ട് കമ്പനിയുമായി. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹീറോനാണ്. ഹീറോയുടെ ഫുഡ് വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അൽഫാമിന് അത്ര ടേസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നത് എന്ന് ഹീറോ പറയുന്നു. ടോമയെ നിങ്ങളെ ഡെമിപ്പൈനോട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ടെലിപ്പതി യൂസ് ചെയ്താണ് ഞാൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ വെക്കേഷൻ ആവാറായി, കട ഓഗേഴ്സ് തന്നെ നോക്കുന്ന തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ഡെമിപ്ലെയിന് വരുന്നതാണ്. ഇതെന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഹീറോ ഷോക്കായിട്ട് നിൽക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ ബൈ.